ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വഴുതനങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന വഴുതനങ്ങ മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. വഴുതനങ്ങ മസാലക്കറിക്ക് വേണ്ടിയിട്ട് 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഗ്യാസിൻ്റെ തീയിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോവണ്ട, ജസ്റ്റ് ഒന്ന് നന്നായി ഇങ്ങനെ വെന്ത് വരുന്ന തരത്തിൽ ഇങ്ങനെ ചൂടാക്കിയിട്ടെടുക്കാം എല്ലാ ഭാഗവും. സ്മോക്ക് ചെയ്ത വഴുതനങ്ങ കൊണ്ട് കറി വെക്കുമ്പോൾ അതിന് വേറെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. വഴുതനങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അങ്ങനെ നന്നായി ചെറിയ പീസൊന്നും ആക്കണ്ട, ഒരു മീഡിയം സൈസിൽ ഇതേപോലെ മുറിച്ചെടുക്കുക. ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. പാൽ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കടുകിടാം. വളരെ കുറച്ച് ജീരകം ചേർക്കാം. പിന്നെ ഇതിലേക്ക് സവാള, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി വഴറ്റാം. ചെറിയൊരു പീസ് വാളംപുളി ഇതിൻ്റെ അകത്ത് പിഴിഞ്ഞിട്ട് ഒഴിക്കാം. വളരെ ചെറിയ പീസ് മതി. പുളിവെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന, ചെറിയ പീസായി മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. ചെറിയൊരു പീസ് ശർക്കര ചേർക്കാം. ഇത് ചേർത്ത് ഇതിൽ പുളിയും ശർക്കരയും കൂടി കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ചെറിയൊരു പീസ് ശർക്കരയും കൂടി ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമില്ലാത്തവർ ഇത് ചേർക്കണ്ട. ഇതും കൂടി ഇതിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. അതുപോലെ കറിവേപ്പിലയും ചേർക്കാം. അധികം കറി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങനെയാണ് ചപ്പാത്തിക്കൊക്കെ ചോറിനൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കൂടുതൽ കറിയുടെ ആവശ്യമില്ല. ഇത് കറി ആയിട്ടുണ്ട്. ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്, വഴുതനങ്ങ കറി. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ കറി നല്ലൊരു ടേസ്റ്റാണ്. കുറച്ചൊരു പുളിയും അതുപോലെ തന്നെ ശർക്കരയുടെ മധുരം കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു കറിയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയുമല്ലോ. ഇന്നും ഒരേതര കറി ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കാം. പൊതുവേ വഴുതിരിക്കൊന്നും അങ്ങനെ കൂടുതൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടമായെന്ന് വരില്ല. പക്ഷെ മാറ്റി വല്ലപ്പോഴും ഇതുപോലെ ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വഴുതനങ്ങയുടെ കറിയാണ് ഇത്. ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്.
എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.